മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന മാത്സിൽ സ്കിൽഡ് ആയിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, MTSE എന്നൊക്കെ ഷോർട്ട് ഫോമിൽ നമ്മൾ പറയാറുണ്ട്. ഇത് നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. കാരണം LKG മുതൽ 12th വരെയുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ കേരള ഗണിതശാസ്ത്ര പരിഷത്താണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൽ വിന്നേഴ്സ് ആവുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനും, എസ്പെഷ്യലി മാത്തമാറ്റിക്സിന്റെ ടീച്ചേഴ്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം സ്കൂൾ വഴിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 24th MTSE അഥവാ മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LKG മുതൽ 12th വരെയുള്ള സ്റ്റുഡൻസിന് ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോ ക്ലാസ്സുകൾക്കും ഈ ഓരോ ക്ലാസ്സിലുമുള്ള മാത്സിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയുള്ള സ്റ്റുഡൻസിന് അവരുടെ ക്ലാസ്സിലുള്ള മറ്റു സ്റ്റുഡൻസുമായിട്ട്, കേരളത്തിൽ മുഴുവനുള്ള അവരുടെ അതേ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ് എക്സാം ഫോർ ഈച്ച് സ്റ്റാൻഡേർഡ് ആണ്. ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് എക്സാമുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സിലബസ് എന്താണ്? അല്ലെ, ഇങ്ങനത്തെ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടതിൻ്റെ സിലബസ് എന്താണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. കാരണം നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാത്തമാറ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ദ മാത്ത് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് ആവാം, CBSE ആവാം, ICSE ആവാം, പല സിലബസുള്ളവരാവാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഏതാണോ, ഏത് സിലബസ് ആണോ അതിൻ്റെ മാത്ത് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എടുത്താൽ മതി. The portions to be covered up to 30th November will be included. അത് ഡിസംബറിലൊക്കെയാണ് എക്സാം വരുന്നത്. അപ്പം November 30 വരെ, 30th November വരെ ഏതൊക്കെ പോർഷൻസ് ആണോ കവർ ചെയ്യപ്പെടുന്നത് ആ പോർഷൻസ് ആയിരിക്കും ഇതിൻ്റെ സിലബസ് ആയിട്ട് വരിക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു കരിക്കുലം ഉണ്ടായിരിക്കും. ഓരോ മന്തിലും ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്ന് പറയപ്പെടുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ November 30 വരെ കവർ ചെയ്യപ്പെടുന്ന സിലബസ് അതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. സ്റ്റുഡൻസ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി MTSE ഗൈഡ്സ് പബ്ലിഷ്ഡ് ബൈ ഗണിതശാസ്ത്ര പരിഷത്ത് ഫോർ പ്രാക്ടീസ്. അതായത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവർ തന്നെ ഗൈഡുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വഴിയും എന്ത് ചെയ്യാൻ പറ്റും, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിൽ തന്നെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഗൈഡുകൾ ഓർഡർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്, ഓരോ ഗൈഡിനും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഗൈഡുകൾ കുറച്ചും കൂടെ ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഗൈഡുകളും അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് നടത്തണം. ഓക്കെ, അതിന് പേയ്മെന്റ് ഉണ്ട്. റെഡി? ഇനി ഈ ഒരു എക്സാമിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള 2 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് ഉണ്ട്, പിന്നെ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രിലിമിനറിയിൽ LKG UKG അതുപോലെ തന്നെ മറ്റു സ്റ്റുഡൻസിനും ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് LKG UKG കാറ്റഗറിയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിമിനറിയിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ ബാക്കി ക്ലാസ്സുകളുള്ളവർക്ക്, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിന് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ സ്കോർ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് ഒരു സ്കോർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ 30 ആണ് LKG UKGക്കാർക്ക് ടോട്ടൽ സ്കോർ വരിക. അതുപോലെ ബാക്കിയുള്ളവർക്ക് 50 ആണ് ടോട്ടൽ സ്കോർ വരിക. അവരുടെ പ്രിലിമിനറിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ടൈം 1.5 hours ആണ് രണ്ട് കൂട്ടർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറിയിൽ ഫസ്റ്റ് സ്റ്റേജിൽ 2 കാറ്റഗറി ആയിട്ട് LKG UKG ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അവരുടെ പാറ്റേൺ എന്താണ്, സെയിം ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ സെയിം പാറ്റേൺ ആണ്, LKG UKGക്ക് സെയിം പാറ്റേൺ ആണ്. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അഥവാ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 30 ആണ്, ടോട്ടൽ സ്കോർ 30 ആണ്. അവിടെ LKG UKG എന്നെയും ബാക്കി ക്ലാസ്സുകൾ അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെയാണ്, ഒരേ പാറ്റേൺ ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 30 ആണ്, ടോട്ടൽ സ്കോർ 30 ആണ്, ടൈം വരിക 1 hour ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ ആയിരിക്കും ഫൈനൽ സ്റ്റേജിലോട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ആരെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും പറയും. അപ്പോൾ ഈ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രിലിമിനറി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ 2 സെഷനായിട്ടാണ് നടത്തുന്നത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, പക്ഷേ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ പാറ്റേൺ എല്ലാവർക്കും എന്താണ്, സെയിം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് സ്കോർ അവിടെ അവാർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഫൈനൽ സ്റ്റേജിലോട്ട് സെലക്ട് ചെയ്യപ്പെടുക. ഇവിടെ പറയുന്നത് ഫസ്റ്റ് 5 റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ഈച്ച് കാറ്റഗറി ഇൻ ദ പ്രീവിയസ് എക്സാമിനേഷൻ ആർ സെലക്ടഡ് ഫോർ ദ ഫൈനൽ എക്സാമിനേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം 2 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് 5 റാങ്ക് ഹോൾഡേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതൊരു ആ ഒരു കാറ്റഗറി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റ് ആർ പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ഫോർ സ്റ്റേറ്റ്, CBSE ആൻഡ് ICSE സിലബസ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ സിലബസുകാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി സ്കോളർഷിപ്സ് ഫോർ ടോപ്പ് 10 ഇൻ ഈച്ച് കാറ്റഗറി. ഫൈനൽ എക്സാമിൽ വരുന്ന ടോപ്പ് 10 വരുന്ന ഓരോ കാറ്റഗറിയും ടോപ്പ് 10 വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഫോർ ദോസ് ഹു സ്കോർഡ് അബവ് 80%. 80% മുകളിൽ സ്കോർ ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ആ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ, എങ്ങനെയാണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയും അതുപോലെ തന്നെ LKG to 12th വരെയും വരുന്ന ആ ഒരു കേസ്, 2 കേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയം, CBSE ICSE, ഓക്കെ, ഈ 2 കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുന്നവർക്ക് എങ്ങനെയാണ് ഓരോ റാങ്കിൽ വരുന്നവർക്ക് ഉള്ളതെന്ന് ഇവിടെ ഉണ്ട്. CBSE ICSE വരുന്നവർക്ക് എങ്ങനെയാണ് എന്നുള്ളതും ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റാങ്ക് വരികയാണെങ്കിൽ ഗോൾഡ് മെഡൽ പ്ലസ് 2000 rupees പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. ഇവിടെ അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ പ്ലസ് 2000 പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് 2 കാറ്റഗറിയിലും ഫസ്റ്റ് റാങ്ക് വരുന്നവർക്ക്. സെക്കൻഡ് റാങ്കിലാണെങ്കിൽ 1500 rupees പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ്, ഇവിടെയും സെയിം ആണ്. തേർഡ് റാങ്കിൽ വരുമ്പോൾ 1250 പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ 1000 പ്ലസ് സർട്ടിഫിക്കറ്റ്, 700 പ്ലസ് സർട്ടിഫിക്കറ്റ്, 600 പ്ലസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 500 പ്ലസ് സർട്ടിഫിക്കറ്റ്, 450, 350, 250. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ക്യാഷ് പ്രൈസും അതിന്റെ സർട്ടിഫിക്കറ്റും പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടോപ്പ് 10 വരുന്ന ഓരോ കാറ്റഗറിയിലും ടോപ്പ് 10 വരുന്ന സ്റ്റുഡൻസിന് അവാർഡ് ചെയ്യപ്പെടുന്ന ഗിഫ്റ്റുകളും അതിന്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് സ്കോളർഷിപ്പുകളാണ്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് വരുന്നവർക്ക് ഗോൾഡ് മെഡൽ എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാറ്റഗറി ആയിട്ടാണ് കേരള മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയാണുള്ളത്. അതുപോലെ തന്നെ CBSE ICSE വരുമ്പോൾ LKG to 12th വരെയുള്ള ആ കാറ്റഗറിയാണ് കൺസിഡർ ചെയ്യപ്പെടുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇതിനെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും? സോ രജിസ്ട്രേഷൻ ത്രൂ സ്കൂൾസ് ഓൺലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് സ്കൂൾസ് വഴിയാണ്. അപ്പോൾ സ്കൂൾസ് ആണ് നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അവർക്ക് അവിടെ അപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അയക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് എയ്തർ ഇൻ ദ ഫോം ഇഷ്യൂഡ് ബൈ ഗണിതശാസ്ത്ര പരിഷത്ത് ഓർ ഇൻ കോപ്പി. അത് അപ്ലൈ ചെയ്യേണ്ട ഫോം ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്ത അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള കോളംസ് ഉണ്ട്. അതിനകത്ത് കൊടുത്തിട്ട് വേണം അതെന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. ഇനി സെൻഡ് ദ ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ഫോം ടു ദ ജനറൽ സെക്രട്ടറി കേരള ഗണിതശാസ്ത്ര പരിഷത്ത്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അഡ്രസ്സ്, അയക്കേണ്ട അഡ്രസ്സും പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ സ്പീഡ് പോസ്റ്റ് ഓൺലി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അയക്കുമ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്നാണ് അയക്കേണ്ടത്. നിങ്ങൾ പാരൻസോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അല്ല ചെയ്യേണ്ടത്, സ്കൂളിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അവരത് സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ കൊറിയർ വഴിയോ മറ്റൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അത് അയക്കാൻ പാടില്ല എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഇനി ദോസ് പ്രൈമറി സ്കൂൾസ് വേർ എ മിനിമം of 25 students participate and those HS and HSS where a minimum of 50 students participate will be the preliminary examination centers. If the number of students is below 25, the application will be summarily rejected. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂൾ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഇവിടെ പ്രിലിമിനറി പ്രൈമറി സ്കൂളുകളാണെങ്കിൽ, അതായത് LP UP ഒക്കെ വരുന്ന ടൈപ്പ് സ്കൂളുകളാണെങ്കിൽ അവിടെ മിനിമം 25 സ്റ്റുഡൻസ് എങ്കിലും വേണം. അതുപോലെ തന്നെ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ആണെങ്കിൽ അവിടെ മിനിമം 50 സ്റ്റുഡൻസ് എങ്കിലും വേണം. എന്നാലേ നിങ്ങളുടെ സ്കൂളിനെ അവർ ഇതിലൊരു സെൻറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വൈഡ് കാറ്റഗറി ഉള്ളതുകൊണ്ട്, അതായത് LKG മുതൽ +2 വരെയുള്ള കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രൈമറി സ്കൂളിലാണെങ്കിൽ LKG മുതൽ 5th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡോ ഒക്കെ വരെയുള്ള സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അതിനൊരു 25 സ്റ്റുഡൻസ് ആ എക്സാം എഴുതുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അല്ലേ? ഈസി ആയിട്ട് 25 സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ അവിടുന്ന് കിട്ടുമെന്നുള്ളതാണ്. ഇനി എക്സാമിനേഷൻ്റെ ഡേറ്റ് ആൻഡ് ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് MTSCയുടെ പ്രീവിയസ് റൗണ്ടിലേക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് December 8-നാണ്. 2024 December 8-നാണ് നടക്കുക. അതുകൊണ്ടാണ് November 30 വരെ കവർ ചെയ്തിട്ടുള്ള സിലബസ് എന്ന് പറയാൻ കാരണം. December 8-നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കാൻ പോകുന്നത്. 2 PM മുതൽ 3:30 PM വരെയാണ് 1.5 മണിക്കൂർ. നമ്മൾ മുന്നേ പറഞ്ഞു 1.5 മണിക്കൂറാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ സെക്കൻഡ് സ്റ്റേജ് നടക്കാൻ പോകുന്നത് January 25-നാണ്. അത് 2 to 3 PM ആണ്. 1 hour ആണ് അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതിന് എക്സാമിനേഷൻ ഫീ ഉണ്ട്. എക്സാമിനേഷൻ ഫീ കേരള സിലബസിൽ വരുന്ന LKG UKG LP UP HS HSS എല്ലാ കാറ്റഗറിയിലും വരുന്നവർക്ക് 90 rupees ആണ്. ഓക്കെ, എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത്. അതേസമയം CBSE ICSE വരുന്നവർക്കാണെങ്കിൽ അത് 100 rupees ആണ്. ഓക്കെ, അപ്പോൾ 90 and 100 rupees ആണ് അതിൻ്റെ എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇത്രയാണ് നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോച്ചിങ് തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എക്സാം വൈ ലേണിംഗ് നിങ്ങൾക്കറിയാം, NMMS USS ന്യൂ മാത്സ് ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾക്ക് കോച്ചിങ് ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴിയും അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ വഴി ക്വിസുകളായിട്ടും മോക്ക് ടെസ്റ്റുകളായിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ MTSCക്കും അതുപോലെ ഒരു കോച്ചിങ് തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ആ കോച്ചിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കേരള
കേരളത്തിൽ നിന്ന് MTSCയുടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഓരോ വീഡിയോസ്, ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, മെൻറ്റി ക്യൂസുകൾ, മറ്റ് ക്യൂസുകൾ, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. മാത്രമല്ല നമ്മുടെ കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും അപ്ഡേഷൻസ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും. സോ ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ MTSC എന്ന് പറയുന്നത് അതിൽ പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഇതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനൽസ് വഴി നിങ്ങളെ അറിയിച്ചുകൊണ്ടേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൈൻഡ്ലി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസ്, ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ഇൻഫർമേഷൻസ് വരുന്ന വീഡിയോസിലും നമ്മൾ കൃത്യമായിട്ട് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം, സിലബസ് കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. December 8 ആണ്. അപ്പം December 8 എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ എന്നൊന്നും വിചാരിക്കരുത്, വളരെ അടുത്താണ്, പെട്ടെന്ന് ടൈം ആവും. അപ്പോൾ നമ്മൾ അതിന് ഇപ്പോഴേ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തന്നു തുടങ്ങും, ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ കോച്ചിങ് തന്നു തുടങ്ങും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക നമുക്ക് അവിടുന്ന് അറിയാം. ഓക്കെ, താങ്ക് യു.